എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷക്കീർ ഹുസൈനാണ്. ഇന്ന് ഡിസംബർ 10 ബുധനാഴ്ച. മാർക്കറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും താഴത്തേക്ക് വന്നു. അവസാനം 81 പോയിന്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. US ഫെഡറൽ റിസർവിൻ്റെ മോണിറ്ററി പോളിസി മീറ്റിംഗ് ഇന്ന് പുറത്തു വരാനിരിക്കുകയാണ്. അതിൻ്റെ സൂചനകൾ ഉണ്ടായതുകൊണ്ടായിരിക്കാം ഇന്ന് സെൻസെക്സും നിഫ്റ്റിയുമൊക്കെ നെഗറ്റീവിൽ ക്ലോസ് ചെയ്യാനുള്ള കാരണം. മാത്രമല്ല, ജപ്പാനീസ് ബോണ്ട് yielduകളിലെ റേസിങ്ങും BOJ മോണിറ്ററി നിയന്ത്രണം സംബന്ധിച്ച സൂചനകളും കാരണം വേൾഡ് മാർക്കറ്റുകളിലെല്ലാം തന്നെ കണ്ടിന്യൂ ഒരു വാൾ റേറ്റ് അനുഭവപ്പെട്ടു. ഇത് നമ്മുടെ ഇന്ത്യ അടക്കമുള്ള വളർന്നു വരുന്ന മാർക്കറ്റുകളിൽ റിസ്കോ സെൻറ്റിമെൻറ്റ്സിനെ സൃഷ്ടിക്കുകയാണ്. ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ വരാനിരിക്കുന്ന US ഫെഡ് മീറ്റിംഗ് ആണ്. അവിടെ 25 ബേസിസ് പോയിന്റ് റേറ്റ് കട്ടിംഗ് മോസ്റ്റ്ലി എക്സ്പെക്റ്റഡ് ആണ്. ഇന്റേണൽ ഡിവിഷൻസും മിക്സഡ് ഇക്കണോമിക് സൂചനകളും കാരണം 2026 കൂടുതൽ റേറ്റ് കട്ടിങ്ങുകൾക്കുള്ള പ്രതീക്ഷകൾ ഇല്ലാതാക്കാം. ഇത് കാരണം കൊണ്ട് ഇപ്പോൾ തുടർച്ചയായ ചർച്ചകൾക്കിടയിലും FIs കണ്ടിന്യൂസ് സെല്ലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് രൂപയുടെ മൂല്യ തകർച്ച, അതുപോലെ US ഇന്ത്യ ട്രേഡിംഗ് ഡീലുകളെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വം എന്നിവ കാരണം ഇന്ത്യൻ മാർക്കറ്റ് പൊതുവെ കുറച്ച് ദിവസങ്ങളായി ഉണർവിലല്ല. നിഫ്റ്റി ഇന്ന് പോസിറ്റീവ് ഫൂട്ടിലാണ് ഓപ്പൺ ചെയ്തത്. പക്ഷേ 25,950 റെസിസ്റ്റൻസ് സോണിന് സമീപം പെട്ടെന്ന് ഒരു സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെടുകയും സെല്ലിങ്ങിലേക്ക് വീഴുകയും ചെയ്തു. പിന്നീട് ലോവർ ഹൈയും ലോവർ ലോവുമായ ഒരു പാറ്റേണിലേക്ക് മൂവായി. കഴിഞ്ഞ സെഷൻ്റെ ഏറ്റവും താഴ്ന്ന നിലയ്ക്ക് സമാനമായി 25,735 ഇൻട്രാഡേ ലോ ക്രിയേറ്റ് ചെയ്തു. വീണ്ടും 25,729 സമീപമുള്ള 50-day EMA ഒരു നിർണായക ഡിമാൻഡ് സോണായി പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഈ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നിട്ടും നിഫ്റ്റിക്ക് ശരിയായ ഒരു റിക്കവറി സൃഷ്ടിക്കുന്നതിൽ നിഫ്റ്റി പരാജയപ്പെട്ടിരിക്കുകയാണ്. സ്ട്രക്ചറൽ വൈസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 25,940, 26,050 ഈ സോണിൽ ശക്തമായ സപ്ലൈ ഫേസ് ചെയ്യുകയാണ്. ബ്രോഡർ സെറ്റപ്പ് റേഞ്ച് ബോണ്ടിൽ ഒരു മിഡിൽ ബുള്ളിഷായി നിലനിർത്തുന്നുണ്ട്. 26,000 മുകളിലുള്ള ഒരു നിർണായക ബ്രേക്ക് ഔട്ട് അപ്സൈഡ് മൊമെൻറ്റം റീസ്റ്റാർട്ട് ചെയ്യാൻ അത്യാവശ്യമാണ്. മറുവശത്ത് 25,700 താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി 25,500 പോകാനുള്ള സാധ്യതയുണ്ട്. ഈ സപ്പോർട്ട് ക്ലസ്റ്ററുകൾക്ക് സമീപം വോളറ്റിലിറ്റി രൂക്ഷമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ രൂപത്തിൽ 81 പോയിന്റ് നെഗറ്റീവിൽ 25,758 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സിലേക്ക് വരുമ്പോൾ 275 പോയിന്റ് നെഗറ്റീവിൽ 84,391 ക്ലോസ് ചെയ്തു. ബാങ്ക് നിഫ്റ്റിയും ഇന്ന് റെഡിലാണ്. 261 പോയിന്റ് നെഗറ്റീവിൽ 58,960 ക്ലോസ് ചെയ്തിരിക്കുന്നത്. എല്ലാ പ്രധാന ഇൻഡെക്സുകളും ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബ്രോഡർ മാർക്കറ്റുകളും ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ്പ്, നിഫ്റ്റി സ്മോൾ ക്യാപ്പ് എന്നിവ 1% നെഗറ്റീവിലാണ്. സെക്ടറൽ വൈസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ് ആണ് ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടത്. 1.72% വീണത്. തൊട്ടു പിന്നാലെ IT, PSU ബാങ്ക് എന്നിവ ഏകദേശം 3/4 മുതൽ 1% വരെ നെഗറ്റീവിലാണ്. അതേസമയം നിഫ്റ്റി മെറ്റൽ മീഡിയ ഇൻഡെക്സുകൾ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും നഷ്ടമുണ്ടാക്കിയതിൽ ഇൻഡിഗോ ആണ് മുന്നിലുള്ളത്. 3.26% താഴ്ന്നിരിക്കുന്നത്. തുടർന്ന് എറ്റേണൽ, ട്രെൻഡ്, അദാനി എൻ്റർപ്രൈസസ്, ശ്രീറാം ഫിനാൻസ് തുടങ്ങി 27ഓളം സ്റ്റോക്കുകൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നേട്ടമുണ്ടാക്കിയത് ഏഷ്യർ മോട്ടോഴ്സാണ്. 1.5% പോസിറ്റീവിലാണ്. തുടർന്ന് ഇൻഡാൽക്കോ, അതുപോലെ HDFC ലൈഫ് ഇൻഷുറൻസ്, ടാറ്റ സ്റ്റീൽ, കോൾ ഇന്ത്യ തുടങ്ങി 23ഓളം സ്റ്റോക്കുകൾ ഗ്രീനിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കഴിഞ്ഞ ദിവസത്തെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ബ്രേക്ക് ആയിരുന്നു എന്നുള്ളത് നോക്കാം. ഇന്ന് നമ്മുടെ റെസിസ്റ്റൻസ് സോണിന് മുകളിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നല്ല ഒരു പ്രകടനം കാഴ്ചവെച്ചെങ്കിലും പെട്ടെന്ന് ഈ റെസിസ്റ്റൻസ് സോണിൽ നിന്ന് ഒരു സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെട്ട് പെട്ടെന്ന് തന്നെ താഴത്തേക്ക് വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു
ക്യാൻഡിലാണ് ക്രോസ് ചെയ്തിരിക്കുന്നത്. പിന്നീട് റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് വീണ്ടും ഇവിടെ നിന്ന് നമുക്ക് റെഡ് കണ്ടു. ഈ ഒരു ഏരിയയിലേക്ക് നോക്കുകയാണെങ്കിൽ 180ഓളം പോയിന്റിൻ്റെ ഫോളാണ് ഇന്ന് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ലഭിച്ചിരിക്കുന്നത്. നിഫ്റ്റിയിലേക്ക് വരുമ്പോഴും ഏകദേശം ആ തരത്തിൽ തന്നെയാണ്. നമ്മുടെ റെസിസ്റ്റൻ്റ് ബോർഡർ ടച്ച് ചെയ്തിട്ടാണ് പിന്നീട് താഴത്തേക്ക് വന്നത്. പക്ഷേ നമ്മുടെ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് നിഫ്റ്റിയിൽ നിന്ന് എൻട്രി ലഭിച്ചിട്ടില്ല. നാളെ നമുക്ക് സപ്പോർട്ടായിട്ട് ഈ ഒരു 25,700 എന്നുള്ള ഈ ഒരു സോണ് പരീക്ഷിച്ചാൽ മതി. 25,700 താഴെ പോവുകയാണെങ്കിൽ മാത്രം ഡൗൺ സൈഡിലേക്ക് പോയാൽ മതിയാവും. ഇവിടെ റൗണ്ട് ബോട്ടം പാറ്റേൺ ഫുള്ളായിട്ടുണ്ട്. ഇതിനെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഇനി താഴത്തേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് നോക്കേണ്ടതുള്ളൂ. അതേസമയം നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ഈ ഒരു സോണിൽ നിന്ന് മുകളിൽ നോക്കാം. 25,850. ഓക്കെ, ഇതിന് മുകളിൽ ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്പ് സൈഡിലേക്ക് എൻട്രി എടുത്ത് പോകാം. അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നാളെ വാച്ച് ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് ഇപ്പോൾ 58,855 നമുക്ക് 58,840 താഴെ ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ എൻട്രി മതിയാവും. അതേസമയം റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്വിംഗ് സോണിൽ നിന്ന് എൻട്രി എടുത്ത് പോകാം. 59,090. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഈ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളും വാച്ച് ചെയ്യാം. ഈ രണ്ട് ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് നാളെ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നിങ്ങൾ മാർക്ക് ചെയ്യുക. ഇത് ബ്രേക്കൗട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി കൃത്യസമയത്ത് എൻട്രി എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിലിറ്റി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.